ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ബ്ലൈൻഡ് സ്പോട്ട് മിറർ നമ്മുടെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൻ്റെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രൊഡക്റ്റ്. 3Rൻ്റെ ഒരു 2-way ബ്ലൈൻഡ് സ്പോട്ട് മിററാണ് കാണിക്കുന്നത്. അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണിത്. ഇതിൻ്റെ ഇതിനകത്ത് നമുക്ക് 4 ഐറ്റംസ് കിട്ടുന്നുണ്ട്. അതായത് 2 മിറർ. ഈ മിറർ എന്ന് പറഞ്ഞാൽ മിററാണിത്. ഈ മിറർ എന്ന് പറഞ്ഞാൽ കോൺവെക്സ് മിററാണ്. പ്ലെയിനായിട്ടുള്ളൊരു കോൺവെക്സ് മിററാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ അതിനകത്ത് ഈ മിററിൽ നമുക്ക് ഇതുമുണ്ട്, ഒരു ഗ്ലൂ പശയുണ്ട്, നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നൊരു പശയുണ്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള. അതേപോലെ നമുക്ക് വേറെ 2 ബേസും കിട്ടുന്നുണ്ട്, റൊട്ടേറ്റിംഗ് ബേസ്. കമ്പനി ഇത് ക്ലെയിം ചെയ്യുന്നത് 360 ഡിഗ്രി നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 360 ഡിഗ്രി നമ്മൾ പുറത്ത് വെച്ചാൽ നമുക്ക് കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കാറിലൊക്കെ വെച്ചാൽ ആ 360 ഡിഗ്രിൻ്റെ എക്സാക്ട് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമുക്കൊരു മാക്സിമം ഒരു 180, ഒരു 1-2 ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു 200 ഡിഗ്രിയെല്ലാം നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ, അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നുള്ളൂ. ഇതിനകത്ത് നമുക്കൊരു ഫോം ഉണ്ട്, പശയുണ്ട്, ഇത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. നമ്മൾ എന്തിനാണ് ശരിക്കും ഈ ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്ന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഡ്രൈവറിൻ്റെ പൊസിഷനിൽ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ശരിക്കും എപ്പോഴും നമുക്ക് ആ ഒരു വിഷൻ കിട്ടാൻ പറ്റില്ല, എല്ലാ ഭാഗത്തിൻ്റെ ഒരു വിഷൻ കിട്ടാൻ പറ്റില്ല. ഒരു ടയറിൻ്റെ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടയറിൻ്റെ വിഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഇതിന് കുറച്ച് റൊട്ടേറ്റ് ചെയ്യണം കറക്റ്റ് ടയറിൻ്റെ വിഷൻ കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മളൊരു ആ ബ്ലൈൻഡ് സ്പോട്ട് മിറർ നമ്മൾ ഇവിടെ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം കൂടെ കിട്ടുകയും ചെയ്യും. നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻ്റ് ആവും, കുറച്ചും കൂടി വൈഡ് ഏരിയ കവർ ചെയ്യും ഈ കോൺവെക്സ് മിറർ ഉപയോഗിക്കുമ്പോൾ. അതാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് മിററിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. തുടച്ചത് പൊടിയെല്ലാം കളഞ്ഞ്, ഇതിൻ്റെ ആവശ്യമില്ല, എന്തായാലും പൊടിയാകുമ്പോൾ പുറത്ത് വെക്കുമ്പോൾ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഈ ഒരു ഗ്ലൂ ഇല്ലേ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ട് വയ്ക്കില്ല, നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ പറിച്ചെടുത്തു. അത് വെച്ചു. അതിനുശേഷം നമ്മുടെ ഒരു ബേസ് എടുത്തു. ബേസിലും നമുക്ക് ഇതേപോലത്തെ ഒരു പശയുണ്ടാവും, നമ്മളിങ്ങനെ പറിച്ചെടുക്കണം. എന്നിട്ട് ഈ പശയാണ് നമുക്ക് മിററിൽ കറക്റ്റായിട്ട് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മിറർ എടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെ പിടിച്ച് നമ്മൾ ഇവിടെ പശയിൽ കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം പ്രസ് ചെയ്തതിനു ശേഷം മിററിൻ്റെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് വരുമ്പോൾ കറക്റ്റായിട്ടുള്ള നമുക്ക് ഈ മുകൾ ഭാഗത്തുനിന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഇത് കിട്ടില്ല, വിസിബിലിറ്റി കിട്ടില്ല. ഇവിടെ വെക്കാൻ പാടില്ല, ഇവിടെ വെച്ചാൽ നമുക്ക് കറക്റ്റ് വിസിബിലിറ്റി കിട്ടില്ല. ഇവിടെ കറക്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൻ്റെ ഒരു മിററിൻ്റെ റൈറ്റ് സൈഡിൻ്റെ താഴെ ഭാഗത്താണ് നമ്മൾ മിറർ സാധാരണ നമ്മൾ ഇത് ഒട്ടിക്കുക. ഇവിടെ നമ്മൾ മിറർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ തൊടാൻ പാടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഒട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 24 hours വേണം ശരിക്കും ഇത് ഒരു അതിൻ്റെ ഒരു ഇത് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഒരു പ്രവർത്തനം, കെമിക്കൽ റിയാക്ഷനെല്ലാം നടന്ന് കറക്റ്റായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന പൊസിഷനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ കറക്റ്റായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മിറർ ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പൊസിഷനിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സൈഡ് മിററിനേക്കാളും കുറേ എനിക്ക് ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ബ്ലൈൻഡ് സ്പോട്ട് മിററിൽ കൂടെ. അതിൻ്റെ കറക്റ്റ് എനിക്ക് ഇത് ക്യാമറയിൽ കിട്ടുന്നില്ല അത്, പക്ഷേ എനിക്ക് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ടയറിൻ്റെ ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ അപ്പുറത്തേക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ അത് ക്യാമറയിൽ കറക്റ്റ് കിട്ടുന്നില്ല, അതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല ക്യാമറ എടുക്കുമ്പോൾ. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴും അതേപോലെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും കുഴിയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ബാക്ക് സൈഡിലേക്ക് എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പൊസിഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ആൾക്കാർക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ മിക്ക കാറിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ വേറെ ഏതൊരു കാറിൽ കണ്ടു, അപ്പോൾ എന്താണ് ഈ പ്രൊഡക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അത് ഉപയോഗിച്ച് നോക്കിയത്. അപ്പോൾ എനിക്കിതിന് 249 or 250 എത്ര രൂപയായിട്ടുള്ളൂ ഇതിന്. എൻ്റെ ക്വാളിറ്റി എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല പശയെല്ലാം. പക്ഷേ എനിക്കിത് ഓവറോൾ എനിക്കൊരു യൂസ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഈ വീഡിയോ ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൂടെ ലൈക്ക് ചെയ്യുക.